ആലപ്പുഴയിലെ സുഭദ്രയുടെ കൊലപാതകത്തിന്റെ കുറച്ച് കൂടുതൽ വിവരങ്ങൾ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ നമ്മളെ ഞടുക്കുന്നതാണ്. ക്രിമിനലായ ഒരു സ്ത്രീയുടെ ഒപ്പം ക്രിമിനലായ ഒരു പുരുഷനും ഒന്നിച്ച് താമസിക്കുന്നു, കൊലപാതകം നടത്തുന്നു. ഇതിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്, സുഭദ്ര എറണാകുളത്ത് ഒരു ഹോസ്റ്റൽ നടത്തിക്കൊണ്ടിരുന്നു. 71 വയസ്സ് പ്രായമുണ്ട്. സുഭദ്രയുടെ ഹോസ്റ്റലിൽ വന്ന് നിന്നതായിരിക്കണം ശർമിള എന്ന ഉടുപ്പിക്കാരിയായിട്ട് അടുപ്പമായി. അവിടെ മാത്യൂസ് എന്ന ആളുമായിട്ട് വിവാഹം കഴിച്ചു. മാത്യൂസ് നേരത്തെ വിവാഹം കഴിച്ച ആളാണ്. ആ വിവാഹം അത് ഒഴിവാക്കിയതാണോ അതോ എന്താണെന്ന് അറിയില്ല. ഇയാളുടെ രണ്ടാമത്തെ വിവാഹമാണ്. ശർമിളയാണ് രണ്ടാമത്തെ വിവാഹം കഴിക്കാൻ തയ്യാറായി വന്നത്. ശർമിള കല്യാണം കഴിച്ചപ്പം മുതൽ അവളുടെ മാത്യൂസിന്റെ വീട്ടുകാർക്ക് മറ്റുള്ളവർക്ക് മനസ്സിലായി ഇവള് നല്ലൊരു മദ്യപാനിയാണ്. പക്ഷെ ഇവിടെ ആലപ്പുഴ ഒരു കോൺവെന്റില് ആണ്, അനാഥാലയത്തില് വസിച്ചിരുന്ന കുട്ടിയാണ്. അവിടെ എങ്ങനെ വന്ന് ചേർന്നതെന്ന് അറിയത്തില്ല. ഇവള് നല്ല മദ്യപാനിയാണ്, അഡിക്റ്റാണ്. മദ്യപിച്ചു കഴിഞ്ഞാൽ എന്ത് കൃത്യവും ചെയ്യും. പക്ഷെ ഇത് തമ്മിലുള്ള വിവാഹം നടത്തിക്കൊടുത്ത സുഭദ്രയാണ്. ആ മാത്യൂസിന്റെ മാതാപിതാക്കളെല്ലാം വിവാഹ സമയത്ത് അവര് ആലപ്പുഴയിൽ പോയി, ഈ കോൺവെന്റിൽ പോയി ഈ കുട്ടിയെ കണ്ടു. അവർക്ക് ഇഷ്ടപ്പെട്ടു. ശർമിള മിടുക്കിയാണ്. പക്ഷെ അവളുടെ ദുസ്വഭാവങ്ങളൊന്നും അവർക്ക് അറിയില്ല. ഇതെല്ലാം കല്യാണം ഉറപ്പിച്ചു. വീട്ടുകാർക്ക്, മാത്യൂസിന്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഇവളെ പിടിച്ചു. അങ്ങനെ ആ കോൺവെന്റിൽ കൊണ്ട് നിർത്തിയതാണോ, ഇനി അത് സുഭദ്രയുടെ ബുദ്ധിയാണോ, എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും സുഭദ്രയെ വിവാഹ സമയത്ത് ഇവൾ ആന്റി എന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്. അതിനുശേഷം വലിയ പ്രശ്നങ്ങളുണ്ടായി മാത്യൂസുമായിട്ട്. മാത്യൂസ് നല്ല മദ്യപാനിയാണ്. അതിലും വലിയ മദ്യപാനിയാണ് ശർമിള എന്ന സ്ത്രീ. സുഭദ്ര ഈ വിവാഹം നടത്തി കൊടുക്കാനായിട്ട് മുന്നിട്ട് നിന്നു. ശർമിള ആ ഹോസ്റ്റലിൽ താമസിച്ചിരിക്കാം. വലിയ സാമ്പത്തിക ഇടപാടുകൾ ഇവർ തമ്മിൽ നടത്തി. പണമൊന്നും ശർമിളയും മാത്യൂസും തിരിച്ചു കൊടുക്കാറില്ല. അങ്ങനെ സുഭദ്രയായിട്ട് വഴക്കായി. സുഭദ്രയെ പല സന്ദർഭത്തിൽ ഇവരുടെ വീട്ടിൽ വന്നു. കലവൂരാണ് ഇവര് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കുന്നത്. അവർ തമ്മിലുള്ള വഴക്കിന്റെ പാരമ്യത്തിൽ ഒരിക്കൽ മാത്യൂസിന്റെ കയ്യിലെ 3 ഞരമ്പുകൾ ഇവള് വെട്ടി മുറിച്ചിരുന്നു. അത് വീട്ടുകാർക്കറിയാം, മാത്യൂസിന്റെ മാതാപിതാക്കൾക്കറിയാം. അത് ഇവള് തന്നെയാണ് ആ കൈ വെട്ടി മുറിച്ചത്. എന്ത് ക്രൂരകൃത്യവും ചെയ്യാം മടിയില്ലാത്ത ഒരു സ്ത്രീ തന്നെയായിരുന്നു ശർമിള. ഒപ്പം അതിലും വലിയ ക്രൂരനായ ഭർത്താവും ഉണ്ട്. പണമിടപാടുകളിലെ പണം തിരിച്ചു കിട്ടാതെ വന്നപ്പം സുഭദ്ര ഇവരുമായിട്ട് തെറ്റി. ശർമിള മാത്യൂസ് താമസിക്കുന്ന വാടക വീട്ടിൽ പല പ്രാവശ്യം വന്നിരിക്കാം. എന്തായാലും പണം വന്ന് ചോദിച്ച് ബഹളം ഉണ്ടാക്കിയപ്പം അവരൊരു തീരുമാനം എടുത്തു, സുഭദ്രയെ കൊല്ലുന്നതാണ് നല്ലത്. അവര് പണമിടപാടിൽ നിന്ന് മോചനമാകും. സുഭദ്രയുടെ കയ്യിലെ അല്ലെങ്കിൽ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളും കൈക്കലാക്കാം. എന്തായാലും വാടക വീട്ടിലെ സുഭദ്ര എത്തി. ശർമിളയും മാത്യൂസും നന്നായിട്ട് സ്വീകരിച്ചിട്ടുണ്ടാവും. നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. 7-ാം തീയതി ആ വാടക വീടിന്റെ പരിസരത്ത് ഒരു കുഴിയെടുത്തു. കുഴിയെടുക്കാൻ വന്നയാള് വയോധികയായ സുഭദ്രയെ കണ്ടിരിക്കുന്നു. 3 പേരും കൂടെ നിന്ന് ആ പണിക്കാരൻ കുഴിയെടുക്കുന്നത് നോക്കി നിന്നു. ആ കുഴിയെടുക്കുന്നത് വേസ്റ്റ് ഇട്ട് മൂടാനാണ് എന്നാണ് ആ കുഴി വെട്ടിയ ആളെടുത്ത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം സുഭദ്രയും അത് വിശ്വസിച്ചു. ഇവര് തന്നെ കൊലപ്പെടുത്തുമെന്ന് ഒരിക്കലും മനസ്സാ ആ വയോധിക കണ്ടുമില്ല, മനസ്സാ നിശ്ചയിച്ചുമില്ല. മനസ്സിലൊരിക്കലും അങ്ങനെ ഒരു ചിന്തയും കയറിയില്ല. ഇവരെ വീട്ടിൽ വന്ന് 2-3 ദിവസം സസുഖം താമസിച്ചു.
കുഴിയെടുത്തു. തന്നെ മൂടാനുള്ള കുഴിയാണ് എന്ന് സുഭദ്രയ്ക്ക് തോന്നിയേയില്ല. പക്ഷെ ആ കുഴി വെട്ടുന്ന ആൾ സുഭദ്രയായിട്ട് സംസാരിച്ചിരിക്കുന്നു, ആ വീട്ടിൽ കണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സ്ത്രീ, പ്രായമുള്ള സ്ത്രീ അവിടെ ഉണ്ട് എന്ന് പോലീസിൽ മൊഴി കൊടുത്തിരിക്കുന്നു. സുഭദ്രയുടെ കയ്യിൽ വരുന്ന സമയം എത്ര രൂപ ഉണ്ടെന്ന് അറിയില്ല. അവരുടെ ദേഹത്തുള്ള ആഭരണങ്ങൾ ഇപ്പോൾ ഡെഡ് ബോഡി എടുത്തപ്പം ബോഡിയിലില്ല, മിസ്സിംഗ് ആണ്. ആ വീട്ടില് 7-ാം തീയതിയാണ് കുഴിയെടുത്തതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 7-ാം തീയതി. ഒരു 10-ാം തീയതി അടുപ്പിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവരെ കൊന്ന് കുഴിച്ചു മൂടിയെന്ന് തോന്നുന്നു. അവരുടെ ഡെഡ് ബോഡിക്ക് ഏകദേശം 1 മാസത്തോളം പഴക്കമുണ്ടെന്ന് ഇപ്പം പറയപ്പെടുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ പോസ്റ്റ്മോർട്ടം കഴിയുമ്പം അവരെ എങ്ങനെ കൊന്നു എന്ന് പോസ്റ്റ്മോർട്ടത്തിൽ നമുക്ക് മനസ്സിലാവും. ചീഞ്ഞളിഞ്ഞ മൃതദേഹമാണ്, 1 മാസത്തെയെങ്കിലും പഴക്കമുണ്ടാവും എന്ന് പറയപ്പെടുന്നു. മാത്യുഷൻ ശർമ്മിളയും മദ്യത്തിന് അടിമയാണ്. ഇനി സുഭദ്രയ്ക്കും മദ്യം കൊടുക്കുമോ ഇല്ലയോ നമുക്കറിയില്ല. അല്പസ്വല്പമൊക്കെ കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. സാമ്പത്തിക ഇടപാടും അവരുടെ സ്വർണം തട്ടിയെടുക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് കൊലപാതകം. പക്ഷേ തന്നെ കൊന്ന് ആ കുഴിയിൽ നിക്ഷേപിക്കുന്നു എന്നറിയാതെ ആ കുഴിയെടുക്കുന്നത് നോക്കി നിന്ന വയോധികയുടെ ആ മരണം നമ്മളെ വളരെയധികം വേദനപ്പെടുത്തുന്നു. ആ വീട്ടില് അവിടെ കാലൻ വന്ന് 2 കാലം വന്ന് മരണനൃത്തം വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ വയോധിക അറിയുന്നില്ല. ആ വീടിനകത്ത് 2-3 ദിവസത്തോളം ആ കാലൻ വന്ന് ആ വീടിനകത്ത് മരണനൃത്തം നടത്തി. അത് മനസ്സിലാക്കാനായിട്ട് സുഭദ്രയ്ക്ക് കഴിഞ്ഞേയില്ല. അവരുടെ സംസാരത്തിലോ പ്രവൃത്തിയിലോ അങ്ങനെ ഒരു ഭീതി അവർക്കുണ്ടായെന്ന് തോന്നുന്നില്ല. അവര് ആ വീട്ടിലേക്ക്, വാടക വീട്ടിലേക്ക് നടന്നു വരുന്നത് അടുത്ത വീട്ടിലെ CCTV ദൃശ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. മാത്യൂസിന്റെ മാതാപിതാക്കൾ പറയുന്നത് അവനെ തൂക്കിക്കൊല്ലണമെന്നാണ് പറയുന്നത്. അവനെ തൂക്കിക്കൊല്ലണമെങ്കിൽ അതിലപ്പുറം ചെയ്ത പ്രവൃത്തി ചെയ്ത ശർമ്മിളയാണ് ഉള്ളത്. ഇപ്പം കടവന്ത്രയിലും ആലപ്പുഴയിലും ഉടുപ്പിയിലുമൊക്കെ കേരള പോലീസ് നീങ്ങിയിട്ടുണ്ട്. ഉടുപ്പിയിലെ വീട്ടിലെ വിവാഹത്തിന് ശേഷം മാത്യൂസിന്റെ അപ്പനും അമ്മയും അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നും പറയുന്നു. എന്തായാലും പൊരുത്തപ്പെടാത്ത പല വാർത്തകളും വെളിയിൽ വരുന്നുണ്ട്. എങ്കിലും മരണക്കുഴി കുഴിക്കുന്നത് ആ കുഴിയിലേക്ക് പോയ സ്ത്രീ അത് നോക്കി നിന്നു, കണ്ടു നിന്നു. അവരുടെ മരണക്കുഴിയാണെന്ന് അറിയാതെ അവരോട് വേശ്യ നിക്ഷേപിക്കുന്ന കുഴിയാണ് എന്ന് പറഞ്ഞപ്പം വിശ്വസിച്ച് നിന്നു. കൊല്ലാനുള്ള ആളെ കുഴിയുടെ സൈഡിൽ ഇരുത്തിയിട്ടാണ് ആ കൊലപാതകം 3 ദിവസം കഴിഞ്ഞ് നടത്തുന്നത്. ഇത് നമ്മളെ ഞെട്ടലുളവാക്കുന്നു. നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും 7/8/2024 കൊലപാതകം, കുഴിയെടുത്ത ശേഷം കൊലപാതകം 3 ദിവസത്തിനകം നടന്നിരിക്കാം എന്നാണ് പോലീസിന്റെ നിഗമനം. ഈ വിവാഹത്തിന് മാതാപിതാക്കൾ മാത്യൂസിന്റെ പങ്കെടുത്തു, സുഭദ്ര പങ്കെടുത്തു. പക്ഷേ ഇവൾ എങ്ങനെ മദ്യപാനിയായി എന്ന് മനസ്സിലാകുന്നില്ല. മാത്യൂസിൽ കൂടെയാണോ അത് നടന്നത്, അതോ ഇവളുടെ പൂർവ്വചരിത്രത്തെ പറ്റി കൂടുതൽ വിവരങ്ങൾ ഇപ്പം വെളിയിലോട്ട് വരുന്നില്ല. അത് അവരെ കസ്റ്റഡി എടുത്ത് അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് വരുള്ളൂ. എങ്കിലും വളരെയധികം സൗഹാർദ്ദത്തിലും ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിച്ചും ഒരേ ഹോസ്റ്റലിൽ താമസിച്ച സുഭദ്രയുടെ ഒരു മകളായിട്ട് തന്നെ കണക്കാക്കി ആ പെൺകുട്ടിയെ, ആ സ്ത്രീ ഒരിക്കലും ഇവളുടെ നിന്ന് ഒരു മരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും കേരളത്തിലെ ജനങ്ങളെ ഞടുക്കിയ ഒരു സംഭവം തന്നെയാണ്. ആരെയും വിശ്വസിക്കാൻ മേലാത്ത ഒരു സാഹചര്യം സംജാതമായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിൽ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു.